Hello guys, welcome to day 2 of our Madurai vlog. Actually, ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ട്രെയിനിൽ പോകാനാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ട്രെയിനിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാത്തത് കാരണം ഞങ്ങൾ പിന്നെ കാറിലാണ്. ടിക്കറ്റ് കിട്ടാത്തത് കാരണം രാവിലെ ഉറക്കം എഴുന്നേക്കില്ല. അതാണ് മെയിൻ റീസൺ. പിന്നെ അതുമല്ല ട്രെയിനിൽ പോയി തിരിച്ച് ഇവിടെ വന്നിട്ട് വീണ്ടും ഇവിടെ നിന്ന് പോലെ ചടങ്ങാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഓഫ് ടു രാമേശ്വരം, ദെൻ ഫ്രം ദ ടു ധനുഷ്കോടി, പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട്. സോ അതാണ് ഇന്നത്തെ പ്ലാൻ. ഒരു 500 കിലോമീറ്റർ അറൗണ്ട് യാത്രയുണ്ട്. So we are starting at 9:42 right now. ഉച്ചയോടെ രാമേശ്വരത്താണ് ഞങ്ങളുടെ പ്ലാൻ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ മധുര ട്രിപ്പിൻ്റെ ലാസ്റ്റ് വ്ളോഗാണിത്. അപ്പം നിങ്ങൾ നേരത്തെ കേട്ടതുപോലെ ഫസ്റ്റ് നമുക്ക് രാമേശ്വരം എത്തണം, അതിനുശേഷം ധനുഷ്കോടി, പിന്നെ ഡയറക്റ്റ് ടു ട്രിവാൻഡ്രം. ഇതാണ് നമ്മുടെ പ്ലാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഇറങ്ങിയ കൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആദ്യം കണ്ടൊരു തട്ടുകടയിൽ നിർത്തി കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷെ അവിടുത്തെ ചേട്ടൻ ഉണ്ടാക്കുന്ന ദോശയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അങ്ങ് കഴിക്കാൻ തോന്നിയില്ല. അത് കാരണം നമ്മൾ ഒരു 2 ഓംലേറ്റും എല്ലാവരും ഓരോ ചായയും വീതം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് രണ്ടും കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വിശപ്പ് ഒന്ന് ഒതുക്കിയതിന് ശേഷം പിന്നെ വേറെ എവിടെയെങ്കിലും കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറുമായിരുന്നു. ഇത് നമ്മൾ സ്പെസിഫിക് ഫുഡ് സ്പോട്ട് ഒന്നും തേടി പോയതൊന്നുമല്ല. രാമേശ്വരം പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു തട്ടുകട കണ്ട് അപ്പം നമ്മൾ അവിടെ കയറിയതാണ്. അങ്ങനെ ഞങ്ങളുടെ വിശപ്പൊക്കെ ചെറിയ രീതിയിലൊന്ന് ഒതുക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നമുക്കാണെങ്കിൽ ഒത്തിരി ദൂരം പോകാനുണ്ട് രാമേശ്വരം എത്താൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പകുതി വഴിയിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ട്രൈപോഡൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോയാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും കാറിൽ കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സജഷൻ വന്നു, നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ എന്ന്. എല്ലാവരും എൻഗേജിങ് ആയിട്ടിരിക്കുന്ന ഗെയിം കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ സിമ്പിൾ വെച്ചിട്ട് സിനിമ പേര് അല്ലെങ്കിൽ പാട്ട് കണ്ടുപിടിക്കുന്ന ഗെയിമായിരുന്നു കളിച്ചത്. ഒരു മണിക്കൂറോളം ഞങ്ങളിങ്ങനെ ഗെയിമൊക്കെ കളിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ രാമേശ്വരത്ത് എത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ പാമ്പംപാലം ആണല്ലോ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ എത്തിയതിന് ശേഷം എന്തെങ്കിലും സീ ഫുഡൊക്കെ കഴിച്ചാലോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ ചെറിയ സ്പോട്ടൊക്കെ ഇങ്ങനെ തപ്പുന്നൊക്കെ ഉണ്ട്. അപ്പം ഗൈസ്, ബാക്കി വിശേഷങ്ങൾ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ രാമേശ്വരം എത്തിയിരിക്കുകയാണ്. പാമ്പംപാലം എത്തി. അതെ, ഇപ്പൊ ഞങ്ങൾ പാമ്പംപാലത്തിൽ കൂടെ കയറും. പാമ്പംപാലത്തിന്റെ സൈഡിൽ കയറാൻ വേണ്ടി ഇനിയുണ്ട് കുറച്ചും കൂടെ, ഒരു 5 കിലോമീറ്ററും കൂടെ ഉണ്ട്. രാമേശ്വരം പോണ റൂട്ടിലാണ്. നമ്മൾ കുറച്ച് ദൂരം കൂടെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങോട്ടേക്ക് പോണ വഴിക്ക് നോക്കിക്ക് ഒരു സൈഡ് നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കടൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ പാമ്പപാലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി നമ്മൾ കേട്ടറിവ് മാത്രമുള്ള ആദ്യമായിട്ടാണ് നമ്മൾ കടലിൻ്റെ നടുക്കൂടെയുള്ള ഒരു പാലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പോണത്. ഈ പാമ്പപാലം 1914 ഓപ്പൺ ആയത്. 1913 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാമേശ്വരം ദ്വീപിനെയും മണ്ഡപം എന്ന് പറഞ്ഞ വൻകരേനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. 2.2 മീറ്റർ നീളമാണ് നമ്മുടെ ഈ ഒരു പാമ്പപാലത്തിനുള്ളത്. അതുപോലെ തന്നെ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് 2 പാളങ്ങളാണുള്ളത്. ഒന്ന് ഗുഡ്സ് ട്രെയിനിന് പോകാനും മറ്റൊന്ന് പാസഞ്ചർ ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു റോഡ് മാർഗം പോകാൻ വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജുമാണുള്ളത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിലൊരു ട്രെയിനിന് പോകാനായിരുന്നു പ്ലാന്. പക്ഷെ സമയത്തിൻ്റെ കുറവ് മൂലം ആണ് നമ്മൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചത്. ട്രെയിനിൽ പോയാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഈ നമ്മുടെ ഈ കാറിൽ പോകുന്നതിനെക്കാട്ടും നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ പിന്നെ കാറ് കുറച്ച് നേരം സൈഡിലൊന്ന് ഒതുക്കി നിർത്തിയതിന് ശേഷം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. റോഡിൻ്റെ സൈഡിൽ മൊത്തം വണ്ടികളായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളരെ കുറച്ച് നേരം നിന്നുള്ളൂ. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അവിടെ നട്ടുച്ചയാണ്, പൊരു വെയിലാണ്. ഇതൊക്കെ സഹിച്ച് വേണം നമ്മളവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഈ വെയിലൊന്ന് ഒഴിച്ച് നിർത്തിയാൽ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നെക്സ്റ്റ് രാമേശ്വരം ടൗണിലോട്ടാണ് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേനും ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള APS സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ എത്തിയപ്പോഴത്തേനും വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും നമുക്കൊരു ചേച്ചി ഒരു പാത്രത്തിനകത്ത് ഒത്തിരി മീനൊക്കെ കൊണ്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്ന്. ഞങ്ങൾ ഇതിൽ കണ്ട ഏറ്റവും വലിയൊരു മീൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് കൂടാണ്ട് ഒരു മുട്ടയും ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു കറിയും കൂടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു മീൽസിൻ്റെ റേറ്റ് വരുന്നത് 150. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷിൻ്റെ റേറ്റ് വരുന്നത് 300 ആണ്. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ട് നമുക്ക് തോന്നി. അപ്പോൾ നിങ്ങൾ രാമേശ്വരത്ത് പോകുമ്പോൾ സീ ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കയറാൻ പറ്റിയൊരു സ്പോട്ടാണ് APS ഫുഡ് റെസ്റ്റോറൻറ്റ് ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫിഷ് നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി.
ഇപ്പം നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ്. രാമേശ്വരത്ത് ചെന്നാൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത് APJ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയമാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് അല്ലാത്തത് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ആ മ്യൂസിയത്തിന് പുറം ഭാഗം. അപ്പോൾ ഓടിച്ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതേ ഉള്ളൂ. അതിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ജീവിത ചരിത്രം വിവരിച്ചിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഫോട്ടോസും പിന്നെ സ്റ്റാച്യൂസ് ഒക്കെയാണ്. ഭയങ്കര പീസ്ഫുൾ ആണ് അതിൻ്റെ ഉൾഭാഗത്ത്. അതിൻ്റെ ടൈമിംഗ് വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇവിടെ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രി ഫീസ് കൊടുക്കേണ്ടതില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു സോഡ ലൈം ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ധനുഷ്കോടിയിലേക്കാണ്. രാമേശ്വരത്ത് നിന്നും 20 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്കുള്ള ദൂരം. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്തുള്ളൊരു സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. ധനുഷ്കോടിയിൽ നിന്ന് നോക്കിയാൽ വളരെ ക്ലിയർ സ്കൈ ആണെങ്കിൽ നമുക്ക് ശ്രീലങ്കയൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. ശരിയാണോ എന്നൊന്നും അറിയത്തില്ല. ഇതിന് മുന്നേ ധനുഷ്കോടിയിൽ പോയിട്ടുള്ളവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഈ വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും. ധനുഷ്കോടിയിലേക്ക് പോണ റൂട്ട് നല്ല അടിപൊളി ഒരു റൂട്ടാണ്. ചുറ്റും മരങ്ങളും എനിക്ക് തോന്നുന്നു ഒരു മിനി ഫോറസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും നമ്മൾ ഫോറസ്റ്റിലോട്ട് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഒരു 50 റുപ്പീസ് ടോള് പോലെ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കൊടുത്തു. പിന്നീട് കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള സീ ആണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ധനുഷ്കോടി. അതിനപ്പുറത്തേക്ക് മൊത്തം കടലാണ്. അപ്പോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും മൊത്തം ചുറ്റോട് ചുറ്റും കടലാണ്. ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് 360 ഡിഗ്രി കടൽ കാണാൻ പറ്റുന്നത്. നമ്മളൊരു പോയിന്റിൽ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റും കടൽ. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ധനുഷ്കോടി തന്നെ പോയാൽ പറ്റും. നമ്മൾ ധനുഷ്കോടി എത്തിയിട്ട് ആദ്യം പോയത് ഒരു അമ്പലത്തിലാണ്. കോദണ്ഡ രാമർ ടെമ്പിൾ എന്നാണ് ആ അമ്പലത്തിന്റെ പേര് വന്നിരിക്കുന്നത്. അവിടെയാണെങ്കിൽ ഭയങ്കര ജനത്തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി വണ്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കാറ് നമ്മൾ ഒരു 500 മീറ്റർ മാറിയിട്ടാണ് പാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഈ അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അമ്പലത്തിന് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ട്. സ്റ്റോറി ഇങ്ങനെയാണ്: രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം രാമൻ വിഭൂഷണറിന്റെ പട്ടാഭിഷേകം നടത്തിയ ഒരു വിശുദ്ധമായ സ്ഥലമാണ് ഈ ഒരു ടെമ്പിൾ. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്കായിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു ടെമ്പിളാണിത്. നമ്മളാണെങ്കിൽ അമ്പലത്തിൽ കയറാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ഭയങ്കര ജനത്തിരക്ക് കാരണം നമുക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ഒത്തിരി സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരിക്കായിരുന്നു. അമ്പലത്തിന് ചുറ്റും കടലാണ്. അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. ഹായ് ഗൈസ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറിയൊക്കെ തൊട്ടിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഓഫ് ഇന്ത്യ, അതാണ് നമ്മുടെ ധനുഷ്കോടി. ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ഒരു ലാസ്റ്റ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് ഞങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ധനുഷ്കോടി ചൂസ് ചെയ്യാനും ഒരു കാരണമായത്. അവിടെ ഞങ്ങൾ ചെന്ന് കാറ് പാർക്ക് ചെയ്തതാണെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്താണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ പൊരു വെയിലത്ത് 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററോളം നടന്നിട്ടാണ് അതിൻ്റെ ഏറ്റവും മോസ്റ്റ് ടിപ്പായിട്ടുള്ള പോയിന്റിൽ എത്തിയത്. വഴിയോരത്ത് നിറച്ച് കച്ചവടക്കാരാണ്. അതുമാത്രമല്ല അവിടെയാണെങ്കിൽ ഫോണിന് ഒട്ടും റേഞ്ചും ഇല്ല. പിന്നെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷും കുറവായിരുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇൻ കേസ് നിങ്ങൾ ധനുഷ്കോടിയിലൊക്കെ പോവുകയാണെങ്കിൽ കയ്യിൽ പൈസ എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു തുള്ളി വെള്ളമെങ്കിലും മേടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതിൻ്റെ ടിപ്പിലുള്ള രാമസേതു കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെയാണെങ്കിൽ ഭയങ്കര ആൾക്കാരായിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഇത്ര ദൂരം നടന്നതിൻ്റെയും യാത്ര ചെയ്തതിൻ്റെയും ഒക്കെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എങ്കിലും ഞങ്ങൾ അവിടെ ചെന്നിരുന്ന് അവിടുത്തെ കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. 1964 നടന്ന ചുഴലിക്കാറ്റിൽ ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞ പ്രദേശം ഫുള്ളായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അധികം ജനവാസമില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ പണ്ട് കാലത്ത് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ പള്ളികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സൈക്ലോണിനെ തുടർന്ന് ഈ പള്ളികളും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഫുള്ളായിട്ട് നശിച്ചു പോയി. പ്രേത നഗരം എന്നൊക്കെ ഈ ഒരു നഗരത്തിന് പേരുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും ആ പൊട്ടിപ്പൊളിഞ്ഞ പള്ളിയും പൊട്ടിപ്പൊളിഞ്ഞ റെയിൽവേ സ്റ്റേഷനൊക്കെയും. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ധനുഷ്കോടി എന്ന് പറഞ്ഞ ഒരു പേരാണ് ഞങ്ങളെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്ന്. അപ്പം ധനുഷ്കോടി എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം ധനുസിൻ്റെ അറ്റം എന്നാണ്. ഹിന്ദു പുരാണത്തിൽ ഒരുപാട് കഥകളുമായിട്ട് ഇതിന് നല്ല ബന്ധമുണ്ട്. ഹിന്ദു പുരാണത്തിലെ ആ ഒരു കഥ അറിയാവുന്നവർ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ അറിയാത്തവർക്കും ഒരു സഹായം ആയിക്കോട്ടെ.
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോ എടുക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് കിട്ടുന്നില്ല, കാരണം ഭയങ്കര കാറ്റായത് കാരണം മുടിയൊക്കെ പാറി വെയിലൊക്കെ മുഖത്തടിച്ചിട്ട് ഒന്നും കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ വളരെ പീസ്ഫുള്ളായിട്ട് കുറച്ച് ദൂരം മാറിയിട്ടുള്ളൊരു ബീച്ചിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരം നടക്കുകയൊക്കെ ചെയ്ത് അടിപൊളി ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നീട് നമുക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തേക്കുള്ള യാത്രയാണ്, നീണ്ട യാത്ര. നമ്മൾ ഒരു 4 മണി 4:30 കൂടി വീട്ടിലെത്താനായിരുന്നു നമ്മുടെ പ്ലാന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹോട്ടൽ ബിസ്മി എന്നാണ് നമ്മൾ കയറിയ ഹോട്ടലിൻ്റെ പേര് വരുന്നത്. അടിപൊളി ഒരു രാമേശ്വരം ഇഡ്ഡലിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ രാമേശ്വരം ഇഡ്ഡലി ഓർഡർ ചെയ്തു. ഇഡ്ഡലിൻ്റെ ഒപ്പം സാമ്പാറും തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബൺ പൊറോട്ടയാണ്. നമ്മൾ മധുരയിൽ നിന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ബൺ പൊറോട്ട അവിടുത്തെ ഒരു ഫേമസ് ആണല്ലേ. മധുരയിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമ്മൾ രാമേശ്വരത്ത് വന്നിട്ടാണ് കഴിച്ചത്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബൺ പൊറോട്ടയ്ക്ക്. അതിൻ്റെ ഒപ്പം നമ്മൾ ആ ചാറും കൂടെ കൂട്ടിയിട്ട് നമ്മുടെ ചാറിൽ നമ്മുടെ ഈ പൊറോട്ടയൊന്ന് കുതിർത്തിട്ട് ആണ് കഴിച്ചത്. ഈ ബൺ പൊറോട്ടേൻ്റെ ഒപ്പം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഡിന്നറും കൂടെയും കഴിച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ട്രിവാൻഡ്രമാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ട്രിപ്പും നമ്മുടെ വ്ളോഗും ഒക്കെ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.